ലഡാക്കിൻ്റെ പ്രകൃതിക്കും അവകാശങ്ങൾക്കും വേണ്ടി അക്ഷീണം പോരാടിയ പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനും വിദ്യാഭ്യാസ വിചക്ഷണനുമായ സോനം വാങ്ചുക്കിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ വിദ്യാഭ്യാസ പ്രവർത്തകയുമായ ഡോക്ടർ ഗീതാഞ്ജലിയുടെയും ജീവിതത്തിലൂടെ കടന്നുപോയ ഏറ്റവും ദുഷ്കരമായ നാളുകളെക്കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കുന്നത്. ദേശീയ സുരക്ഷാ നിയമം അഥവാ NSA പോലുള്ള കരിനിയമങ്ങൾ ചുമത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതും തുടർന്ന് ഈ ഭരണകൂടം അവർക്ക് നേരെ അഴിച്ചുവിട്ട വേട്ടയും ദ ക്വിൻറ്റ് എന്ന മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അവർ തുറന്നു പറയുകയുണ്ടായി. തൻ്റെ അറസ്റ്റിനെ ഒരു തട്ടിക്കൊണ്ടു പോക്കൽ എന്നാണ് സോനം വാങ്ചുക് വിശേഷിപ്പിക്കുന്നത്. സെപ്റ്റംബറിലെ ആ ദിവസം അദ്ദേഹത്തിന് ഇന്നും ഓർമ്മയുണ്ട്. തന്നെ അറസ്റ്റ് ചെയ്തപ്പോൾ തൻ്റെ വക്കീലിനെയും ഭാര്യയെയും ഫോണിൽ വിളിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഉദ്യോഗസ്ഥർ അത് സമ്മതിച്ചു. ലേയിൽ നിന്ന് ചണ്ഡീഗഡിലേക്കും അവിടെ നിന്ന് രാജസ്ഥാനിലെ ജോധ്പൂർ ജയിലിലേക്കും അദ്ദേഹത്തെ കൊണ്ടുപോയി. പ്രത്യേക വിമാനത്തിലായിരുന്നു യാത്ര. ഓരോ സ്ഥലത്തെത്തുമ്പോഴും ഫോൺ ചെയ്യാൻ അനുവദിക്കാം എന്ന ഉദ്യോഗസ്ഥർ അദ്ദേഹത്തോട് കള്ളം പറയുകയായിരുന്നു. എന്നാൽ ജോധ്പൂർ ജയിലിൽ എത്തിയപ്പോൾ NSA നിയമപ്രകാരം ഫോൺ വിളിക്കാൻ അനുവാദമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുകയാണ് ഉണ്ടായത്. പുറത്ത് ഭാര്യ ഗീതാഞ്ജലിക്കും സമാനമായ അനുഭവമാണ് ഉണ്ടായത്. ഭർത്താവിൻ്റെ ഫോൺ കോളും കാത്ത് ഉദ്യോഗസ്ഥർ പറഞ്ഞ സമയങ്ങളിലെല്ലാം അവർ രാത്രി മുഴുവൻ ഉറക്കമൊഴിയേണ്ടി വന്നു. ഇത് തികച്ചും ഒരു ഭരണകൂടത്തിൻ്റെ ക്രൂരമായ വഞ്ചനയായിരുന്നു. ജയിലിനുള്ളിൽ വാങ്ചുക് ഒറ്റപ്പെട്ടപ്പോൾ പുറത്ത് ഗീതാഞ്ജലി നേരിട്ടത് അതിലും വലിയ പ്രതിസന്ധികളാണ്. രാജ്യത്തെ ഏറ്റവും ഉയർന്ന അധികാര കേന്ദ്രങ്ങൾക്കെതിരെയായിരുന്നു അവരുടെ പോരാട്ടം. വാങ്ചുക്കിനെതിരെ NSA ചുമത്തിയതിനു പുറമെ CBI, ED, ആദായ നികുതി വകുപ്പ്, GST വകുപ്പ് തുടങ്ങിയ സർക്കാരിൻ്റെ മുഴുവൻ ഏജൻസികളെയും അവർക്കെതിരെ തിരിച്ചുവിട്ടു. അവരുടെ സ്ഥാപനങ്ങളുടെ വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതിനുള്ള FCRA അനുമതി റദ്ദാക്കി. ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. ഒരു വശത്ത് ജയിലിൽ ഭർത്താവിനെ കാണാനും സുപ്രീം കോടതിയിൽ കേസ് നടത്താനും ഓടുമ്പോൾ മറുവശത്ത് കോടിക്കണക്കിന് രൂപയുടെ നോട്ടീസുകൾക്ക് മറുപടി പറയാനും ജമ്മുവിലേക്കും ചണ്ഡീഗഡിലേക്കും അവർക്ക് യാത്ര ചെയ്യേണ്ടി വന്നു. സർക്കാരിന് പണവും സർവ്വ അധികാരങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ഗീതാഞ്ജലിക്കും വാങ്ചുക്കിനും സത്യം മാത്രമായിരുന്നു കൂട്ട്. സത്യമേവ ജയതേ എന്ന വാക്യത്തിൽ അവർ വിശ്വസിച്ചു. ഒളിക്കാൻ ഒന്നുമില്ലാത്തതുകൊണ്ട് അവർ ഭയന്നതുമില്ല. ഇതിനിടയിൽ വാങ്ചുക്കിനെതിരെ വലിയൊരു മാധ്യമ വിചാരണ തന്നെ നടന്നു. അദ്ദേഹത്തെ ദേശവിരുദ്ധൻ എന്ന് മുദ്രകുത്താൻ ചില മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിൽ ഒരു കൂട്ടം ആളുകളും ശ്രമിച്ചു. എന്നാൽ വാങ്ചുക് ഇതിനെ ചിരിച്ചു തള്ളുകയാണ് ചെയ്തത്. കാരണം രാജ്യത്തെ ജനങ്ങൾക്ക് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ 50 വർഷത്തെ സത്യസന്ധമായ ജീവിതത്തെയും അറിയാമായിരുന്നു. ഈ വ്യാജ പ്രചരണങ്ങൾ അധികം നാൾ നീണ്ടുനിന്നില്ല. രാജ്യം മുഴുവൻ അവർക്ക് പിന്തുണയായെത്തി. പ്രമുഖ അഭിഭാഷകർ യാതൊരു പ്രതിഫലവുമില്ലാതെ അവർക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായി. സുപ്രീം കോടതിയിൽ കേസെത്തിയപ്പോൾ വാങ്ചുക്കിനെതിരെയുള്ള ആരോപണങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ലെന്ന് വ്യക്തമായി. കേസ് തോൽക്കുമെന്നും കോടതിയിൽ നിന്ന് വലിയ വിമർശനം നേരിടേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയ സർക്കാർ അവസാനം അദ്ദേഹത്തിൻ്റെ മേൽ ചുമത്തിയ NSA പിൻവലിച്ചു. ഇത് സർക്കാരിൻ്റെ ഒരു മുഖം രക്ഷിക്കാൻ മാത്രമായിരുന്നുവെന്ന് ഗീതാഞ്ജലി പറയുന്നു. കോടതി വിധി വന്നിരുന്നുവെങ്കിൽ അത് രാജ്യത്ത് അന്യമായി തടങ്കലിൽ വയ്ക്കപ്പെടുന്ന നിരവധി പേർക്ക് ഒരു വലിയ ആശ്വാസമാകുമായിരുന്നു. സർക്കാർ തങ്ങളെ വെറുതെ വിട്ടതല്ല, മറിച്ച് പരാജയം ഭയന്ന് പിന്മാറിയതാണ്. എങ്കിലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ സർക്കാരിനോടൊരു വിരോധവും കാണിക്കാൻ വാങ്ചുക് തയ്യാറായില്ല. ലഡാക്കിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ച് അർത്ഥവത്തായ ചർച്ചകൾക്ക് സർക്കാർ തയ്യാറാകുമെന്ന വിശ്വാസത്തിലായിരുന്നു അദ്ദേഹം. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു അനുകൂല പ്രതികരണവും ഉണ്ടായിട്ടില്ല. ബാങ്ക് അക്കൗണ്ടുകൾ ഇപ്പോഴും മരവിപ്പിച്ചിരിക്കുകയാണ്. സോനം വാങ്ചുക്കിൻ്റെയും ഗീതാഞ്ജലിയുടെയും ഈ അനുഭവം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെക്കുറിച്ചും ഭരണകൂടത്തിൻ്റെ അമിതാധികാര പ്രയോഗങ്ങളെക്കുറിച്ചും വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. സത്യത്തിന് വേണ്ടി നിങ്ങൾ ജയിലിൽ പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ വിവാഹം കഴിക്കാൻ യോഗ്യനല്ല എന്ന് വാങ്ചുക് തമാശ രൂപേണ പറയുന്നു. ഭയപ്പെട്ടാൽ അവർ വീണ്ടും ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും. ധീരർ ചിലപ്പോൾ കഷ്ടപ്പെട്ടേക്കാം, എന്നാൽ അവരുടെ ത്യാഗം കാരണം ഭാവിയിൽ മറ്റുള്ളവർ കഷ്ടപ്പെടേണ്ടി വരില്ല. നിങ്ങളൊരു ഇരുട്ടിൽ അകപ്പെടുമ്പോൾ തളർന്നു പോകരുത്. കാരണം ചിലപ്പോൾ നിങ്ങളെ അവിടെ കുഴിച്ചിട്ടതാകില്ല, മറിച്ചൊരു പുതിയ വിത്തായി പാകിയതാകാം എന്ന് ഗീതാഞ്ജലിയുടെ വാക്കുകൾ ഏവർക്കും വലിയൊരു പ്രചോദനമാണ്.